ഫ്ലാറ്റ് നമ്പർ 14 എന്ന തുടർക്കഥയുടെ 21-ാം ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം. മുടങ്ങാതെ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. കഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിനക്ക് ദേഷ്യം വന്നതുകൊണ്ടൊന്നും ഇനി ഒരു കാര്യവുമില്ല. അവനും നിന്റെ സഹോദരിയും തമ്മിലുള്ള അടുപ്പം വളരെ സ്ട്രോങ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നീ സഹോദരിയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അവൾ അവൻ്റെ കൂടെ പോകും, അത്ര തന്നെ. അല്ലെങ്കിലും നിനക്കിനി സഹോദരിയെ നിയന്ത്രിക്കാൻ എങ്ങനെ കഴിയും? ഇവിടെ നിന്നും ജീവനോടെ പോയിട്ട് വേണ്ടേ സഹോദരിയെ നിയന്ത്രിക്കാൻ? ജീവിക്കണമെന്നും നാട്ടിലേക്ക് തന്നെ തിരിച്ചു ചെല്ലണമെന്നും ഒക്കെ തോന്നിത്തുടങ്ങി അല്ലേ? അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇനി നിനക്ക് ആവശ്യമില്ല. യാതൊന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ജനസേവനത്തിൻ്റെ പേര് പറഞ്ഞ് നീ കുറേയേറെ പണമുണ്ടാക്കി. അതൊന്നും നിന്നെ രക്ഷിക്കില്ല. അത് അവർ പറഞ്ഞത് ശരിയാണ്. യാതൊരു നിർവാഹവുമില്ലാത്ത അവസ്ഥയിലാണ് താൻ പഠനം നിർത്തിയത്. അന്ന് തൻ്റെ മുൻപിൽ തികഞ്ഞ ശൂന്യതയായിരുന്നു. ഏതു വഴി സഞ്ചരിക്കും എന്ന് തനിക്കറിയില്ലായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഒരാൾ ഒരു ദിവസം ഒരു പ്രകടനത്തിനു വേണ്ടി തന്നെ വിളിച്ചു കൊണ്ടുപോയത്. അന്നെനിക്ക് ചായയും പലഹാരങ്ങളും വാങ്ങിത്തന്നു. അതുകൊണ്ട് താൻ വീണ്ടും അയാളുടെ കൂടെ പോയി. അങ്ങനെ സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പല മീറ്റിങ്ങുകൾക്കും പോയി. തനിക്കും അവിടെ പരിചയക്കാരായി. അങ്ങനെ ക്രമേണ അവരുടെ പാർട്ടിയിൽ തന്നെ ഒരംഗമായി തീർന്നു. സ്ഥിരമായി മീറ്റിങ്ങുകൾക്കും പ്രകടനങ്ങൾക്കും പോയി തുടങ്ങി. ഇത്രയും കാലത്തെ സമ്പർക്കത്തിനിടയിൽ പല കാര്യങ്ങളും താൻ പഠിച്ചെടുത്തു. അവരുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കി. ഇതൊരു ജനസേവനമല്ലെന്നും പേരിന് പോലും ഒന്നും നടക്കുന്നില്ലെന്നും മനസ്സിലായി. ജനസേവനത്തിൻ്റെ പേരിൽ സ്വന്തം കീശ വീർപ്പിക്കുകയാണെന്നും മനസ്സിലായി. തനിക്കും ശ്രമിച്ചാൽ അത് സാധിക്കാവുന്നതേ ഉള്ളൂ എന്ന് പിടികിട്ടി. മാത്രവുമല്ല, സ്നേഹബന്ധങ്ങൾക്ക് ഇതിൽ തീരെ വിലയില്ലെന്നുള്ള കാര്യവും മനസ്സിലായി. ഏറ്റവും അധികം മൂല്യമുള്ളത് പണത്തിന് തന്നെയാണ്. അത് കിട്ടുന്ന സ്ഥലത്തേക്ക് തൽക്കാലത്തെ സൗകര്യത്തിനനുസരിച്ച് പോകും. കാര്യം കഴിയുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരികയും ഒക്കെ ചെയ്യും. അതൊക്കെയാണ് രാഷ്ട്രീയം എന്നതാണ് താൻ പഠിച്ചത്. തന്നെ ആദ്യമായി പ്രകടനത്തിന് വിളിച്ച ആൾ തന്നെയായിരുന്നു തൻ്റെ ഗുരു. അദ്ദേഹം എന്നാൽ അത്രയൊന്നും സ്വാർത്ഥനായിരുന്നില്ല. അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് വേണ്ടി വെച്ച് നീട്ടിയ പഞ്ചായത്ത് ഇലക്ഷനിലെ സീറ്റ് തനിക്ക് തന്നത്. പഞ്ചായത്ത് ഇലക്ഷനിൽ താൻ ജയിച്ചു, മെമ്പറായി കഴിഞ്ഞു. പിന്നെ പല പദ്ധതികൾക്കുമായി ചെലവിടുന്ന പണത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം യാതൊരു അധ്വാനവുമില്ലാതെ കയ്യിലേക്ക് വരാൻ തുടങ്ങി. അതോടെ പങ്കജാക്ഷനെ എല്ലാവരും അറിഞ്ഞു തുടങ്ങി. ചില കാര്യങ്ങളിലെങ്കിലും നിർബന്ധപൂർവമായ നിയന്ത്രണം തൻ്റെ ഗുരുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതൊരു ശല്യമാകുന്നു എന്ന് തോന്നിയപ്പോൾ മനഃപൂർവ്വം താൻ അത് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഒരു ദിവസം വയലിൽ അദ്ദേഹം മരിച്ചു കിടന്നു. ഗുരുവിന് വേണ്ടി താൻ കുറേ കണ്ണുനീരൊഴുക്കി. ദുഃഖം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നതല്ല എന്ന് തനിക്ക് മാത്രം അറിയാം. എല്ലാവരും വിചാരിച്ചു ഗുരു മരിച്ചുപോയതിൻ്റെ സങ്കടം കൊണ്ട് താൻ ദീനദീനം വിലപിക്കുന്നതാണ് എന്ന്. കൈപിടിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിയ ഗുരുവിനെ കൂടി ഇല്ലായ്മ ചെയ്ത് നീ സമ്പാദിച്ചു വെച്ച കുറേ പണമുണ്ടല്ലോ, അത് മുഴുവൻ ഇനി എത്തിപ്പെടാൻ പോകുന്നത് നിന്റെ വീട്ടിൽ ബാക്കിയുള്ളവരുടെ കയ്യിലേക്കാണ്. അവരാണത് ഉപയോഗിക്കാൻ പോകുന്നത്. ആ പണം ഉണ്ടാക്കുന്നതിനു വേണ്ടി അധ്വാനിക്കേണ്ടി വരാത്ത നിന്റെ വീട്ടിലുള്ളവർ കൂടി മോശമാകും എന്നല്ലാതെ നിനക്കതുകൊണ്ട് എന്താ ഗുണമുള്ളത്? ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടാൻ വേണ്ടി പല വഴികളും പങ്കജാക്ഷനും ഉപയോഗിക്കാറുണ്ട്. ചിലയിടത്ത് ബുദ്ധി പ്രയോഗിക്കും, മറ്റു ചില സ്ഥലങ്ങളിൽ ശക്തി പ്രയോഗിക്കും. ഇത് രണ്ടും പരാജയപ്പെടുന്നിടത്ത് കാല് പിടിക്കും. ഇവിടെ ഇപ്പോൾ ബുദ്ധിയും ശക്തിയും വിജയിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ഇവിടെ നല്ലത് താണു കൊടുക്കുന്നത് തന്നെയാണ്. എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി.
അല്ലെങ്കിൽ വേണ്ട, ഒന്നിൽ കൂടുതൽ തെറ്റുകൾ പറ്റി. അത് ക്ഷമിക്കാവുന്നതേയുള്ളൂ. ഇവിടെ നിന്നും നിങ്ങൾ എന്നെ വിട്ടയച്ചാൽ ഇനിയുള്ള കാലം മുഴുവൻ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം ഞാൻ നയിച്ചുകൊള്ളാം. കൂടുതലൊന്നും എനിക്കറിയില്ല, അതുകൊണ്ടാണ്. അല്പം മുമ്പ് നീ മനസ്സിൽ വിചാരിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായി. ബുദ്ധിയും ശക്തിയും ഇവിടെ പരാജയപ്പെടും. അപ്പോൾ പിന്നെ കാല് പിടിക്കാതെ രക്ഷയില്ല, അല്ലേ? ഞങ്ങളുടെ അടുത്തേക്ക് ആ വക ചില്ലറ ഇടപാടുകൾ കൊണ്ട് വന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതൊക്കെ നിന്റെ രാഷ്ട്രീയത്തിൽ നടന്നേക്കും. മാത്രവുമല്ല, ഞങ്ങളൊരു തീരുമാനം എടുത്താൽ പിന്നെ ആ തീരുമാനം പുനഃപരിശോധിക്കേണ്ട ആവശ്യമുള്ളതല്ല. നിന്റെ അന്തകൻ ഇപ്പോൾ വരും. അവനെ കാണുമ്പോൾ തന്നെ നീ മരിച്ചു വീഴാതിരുന്നാൽ ഭാഗ്യം. വീണാലും ഇല്ലെങ്കിലും ശരി, അതവന് പ്രശ്നമല്ല. അവന് ആവശ്യമുള്ള അത്രയും മാംസവും രക്തവും നിന്റെ ശരീരത്തിൽ നിന്നും കഴിച്ചതിന് ശേഷം മാത്രമേ നിന്നെ എവിടെയെങ്കിലും ഉപേക്ഷിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് തൊടാൻ കൊള്ളുന്നയാളല്ല നീ എന്നതുകൊണ്ട് നീ ആ ആളിനെ കൂടി പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. ഉടൻ തന്നെ വരും. നിന്നെ കാത്തിരുത്തി മുഷിപ്പിക്കില്ല. അതും കാവിൽ നിന്ന് രക്ഷപ്പെട്ടത് തന്നെയാണോ? അവിടെ അപ്പോൾ ദുർമൂർത്തികൾ എത്രയെണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്? എല്ലാത്തിനെയും പിതാമഹൻ ബന്ധനസ്ഥനാക്കിയിരുന്നതാണല്ലോ. എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നു. പലരും പല രൂപത്തിലാണ് ഇപ്പോൾ. ചിലരുടെ രൂപം കണ്ടാൽ കാണുന്നവർ അപ്പോൾ അവിടെ പിടഞ്ഞു വീണ് മരിച്ചുപോയെന്നിരിക്കും. അത്രയ്ക്ക് ഭീകരമാണ് അവയുടെ രൂപം. മറ്റു ചിലർ സാധാരണ രൂപത്തിലാണെങ്കിലും മനസ്ഥിതി ഭീകരമാണ്. ഇതുതന്നെയാണെങ്കിലും ഒരു തരത്തിലും അടുക്കാൻ കഴിയാത്ത തരമാണ് ഇവരെല്ലാവരും. വാതിൽക്കൽ ചെറിയ അനക്കം കേട്ടാണ് പ്രതീക്ഷയോടെ പങ്കജാക്ഷൻ അങ്ങോട്ട് നോക്കിയത്. ആരെങ്കിലും വരുന്നതാണെങ്കിൽ, അത് തന്നെ രക്ഷപ്പെടുത്താനാണെങ്കിലോ? ആ കൂടെ തനിക്കങ്ങ് പോകാമല്ലോ. മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തനിക്ക് സുരക്ഷിതമായ ഒരു ലോകമാണ്. അവിടെ ചിലപ്പോൾ ഇവരുടെ ശക്തി ഒന്നും വിജയിച്ചു എന്ന് വരില്ല. വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ട ആ രൂപം പങ്കജാക്ഷൻ്റെ സർവ്വധൈര്യവും ചോർത്തിക്കളഞ്ഞു. ഇന്നോളം അത്തരം മറ്റൊരു രൂപം കണ്ടിട്ട് പോലുമില്ല. നേരിട്ടോ ചിത്രങ്ങളിൽ പോലുമോ കണ്ടിട്ടില്ല. 2 പല്ലുകളെ ആകെ കാണാൻ കഴിയുന്നുള്ളൂ. അത് 2 കോമ്പല്ലുകളാണ്. കൂർത്ത മുഖം. നാക്ക് പുറത്തേക്കിട്ടിരിക്കുകയാണ്. അതിന് ചുവപ്പ് നിറമാണ്. ചോര നക്കിയിട്ട് വരുന്നതാണോ എന്ന് തോന്നും. കൈകളിലും കാലുകളിലും നീണ്ട നഖങ്ങൾ. ശരീരം മുഴുവൻ രോമം. ഒറ്റ നോട്ടത്തിൽ കരടിയാണെന്ന് തോന്നും. പങ്കജാക്ഷൻ്റെ നേരെ നോക്കി നാവ് നുണഞ്ഞുകൊണ്ട് ആ രൂപം വാതിൽക്കൽ നിന്നും മെല്ലെ മുന്നോട്ട് നീങ്ങി തുടങ്ങി. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തു തന്നെയാണെങ്കിലും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അടുത്ത പാർട്ട് മറ്റന്നാൾ, അതായത് 18-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ പോസ്റ്റ് ചെയ്യും. കേൾക്കണേ. ഓക്കേ.